നാലാമത്തെ ക്ലാസ് ആണിത്. മൂന്നാമത്തെ ക്ലാസ് വരെ കാണാത്ത ആൾക്കാർ അതെന്തായാലും ഒന്ന് കാണണം. പിന്നെ കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു എല്ലാം ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമുണ്ട്. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ ഇതുപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണാത്ത ആൾക്കാർ അതെന്തായാലും ഒന്ന് കാണണം. അതിനുശേഷം വേണം ഇനി നാലാമത്തെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂന്നാമത്തെ ക്ലാസ് വരെ നമ്മൾ പഠിച്ചിരുന്നത് നമ്മൾ മെഷീനെ കുറിച്ച് പഠിച്ചു, മെഷീന്റെ പാർട്സുകളെ കുറിച്ച് പഠിച്ചു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യുന്ന പഠിച്ചു. മെഷീൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ടൂൾസ് കാര്യങ്ങൾ, അതേപോലെ ചോക്ക് ടേപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നെല്ലാം പഠിച്ചു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ കോട്ടന്റെ ക്ലോത്ത് എടുത്തിട്ട്, അതായത് അത്യാവശ്യം കട്ടിയുള്ള നല്ല ക്ലോത്ത് എടുക്കണം. കോട്ടന്റെ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ വേവ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ റൗണ്ട്, അതേപോലെ ട്രയാങ്കിള്, അതേപോലെ തന്നെ റെക്റ്റാങ്കിള്, അതായത് ചതുരം, ത്രികോണം, റൗണ്ട്, ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലേ. അതേപോലെ തന്നെ ഒരു ക്ലോത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയാ നല്ലതായിരിക്കും. പക്ഷെ നൂലിടണ്ടാട്ടോ, നൂലിടാതെ പ്ലെയിൻ നമ്മൾ അതിനകത്ത് എങ്ങനെയാ പറഞ്ഞിരുന്നത്, ആ പേപ്പറിന് പകരം നമ്മൾ ക്ലോത്ത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലോയി ആയി കിടക്കുന്ന, അങ്ങനെ ഒഴുകി കിടക്കുന്ന പോലത്തെ ക്ലോത്ത് ഒന്നും എടുക്കരുത്. കോട്ടൺ തന്നെ എടുക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് തുടക്കക്കാർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പ്രാക്ടീസ് ചെയ്തത് നമ്മൾ നീഡിൽ ഇട്ട് മാത്രമാണ്, അതായത് സൂചി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇതിനകത്ത് നൂലിട്ടാലല്ലേ നമുക്ക് സ്റ്റിച്ചസ് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ചസ് ഇടുന്നത്, അതേപോലെ നൂലിടുന്നത്, അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ ഈ നൂല്. ഈ നൂല് ഒരെണ്ണം നമുക്ക് മുകളിൽ വരും, അതായത് ഇത് ഈ സെക്ഷനിൽ കൂടി ഇങ്ങനെ വന്നിട്ട് നമുക്ക് സൂചിയിൽ ഒരു നൂല് വരും. ഇതല്ലാണ്ട് ഹിഡൻ ആയിട്ട് അടിയിൽ ഒരു ഐറ്റം ഉണ്ട്. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിയിൽ ബോബിനകത്ത് നമുക്ക് നൂലിടണം. അപ്പൊ അടിയിൽ ബോബിൻ കേസും ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് നൂലിടണം. അതിൽ നമ്മൾ നൂല് ചുറ്റിയിട്ട് അതും ഇടുമ്പോഴത്തേക്കും ഈ മോളത്തെ നൂല് ചെന്ന് സൂചിയിലൂടെ അടിയിലത്തെ നൂല് വലിച്ച് ലോക്ക് ആക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റിച്ചുകളും നമുക്ക് വീഴുന്നത്. അങ്ങനെ ലോക്ക് വരുമ്പോഴാണ് നമ്മുടെ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഒരു സ്റ്റിച്ച് വീഴുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നും അതേപോലെ തന്നെ നമുക്കിത് എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഇതിന്റെ കുറച്ച് ടിപ്സ്. ഇപ്പൊ നമ്മൾ ബോബിലിന് നൂല് ചുറ്റുന്നതിന് 3 ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 3 രീതിയിൽ നമുക്ക് ബോബിലിന് നൂല് ചുറ്റാം. അതുകൊണ്ടുള്ള ദോഷങ്ങളും അതേപോലെ തന്നെ അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോബിലിന് നൂല് ചുറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ബോബിനും കേസിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ക്ലാസ്സുകളിൽ. അത് കാണാത്ത ആൾക്കാർ അത് കാണണേ. അപ്പൊ ഇതാണ് നമ്മുടെ ബോബിൻ വരുന്നത്. അപ്പൊ ഈ ബോബിലിന് നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് 3 ഐഡിയകളുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മെഷീനകത്ത് ബോബിൻ വൈൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ബോബിൻ വൈൻഡർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നൂല് ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ബോബിൻ വൈൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മൾ ബോബിൻ നൂല് ചുറ്റിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബോബിൻ വൈൻഡർ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നൂലെടുത്തിട്ട് നമ്മുടെ ഈ ബോബിനിൽ ജസ്റ്റ് ഒന്ന് ചുറ്റുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റി വെക്കുക. അതിനുശേഷം ഈ ബോബിൻ വൈൻഡറിൻ്റെ ഇത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് ഇതേപോലെ ബോബിൻ കയറ്റിയിടുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കയറ്റിയിട്ടു. അതിനുശേഷം നമ്മൾ ഇതേപോലെ താഴേക്ക് താത്തുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ത്രെഡ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ടെൻഷൻ സെറ്റ് ഉണ്ട്, അതിനുള്ളിൽ കൂടി ഇടാം. അതിനുശേഷം നൂലിങ്ങനെ കിടന്നോട്ടെ. നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് നൂലിടണമെങ്കിൽ അപ്പുറത്തോട്ടാണെങ്കിലും ഇടാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി തയ്ക്കുന്ന പോലെ തയ്ക്കുക. ആ സമയത്ത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവം കണ്ടോ, നീണ്ടു നിൽക്കുന്ന ഈ സാധനം, ഇതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നൂല് ചുറ്റുന്ന സമയത്ത് ഇവിടെ ഈവൺ ആയിട്ടാണോ വരുന്നത്, അതായത് ഇത് ഒരേ ലെവലിലാണോ നൂല് ചുറ്റി വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമായിരിക്കും. അത് ആദ്യമൊക്കെ ചുറ്റുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റിപ്പോകും. കാരണം നമ്മൾ ഇത് ശ്രദ്ധിക്കണം, ഇത് കറക്കുന്ന ശ്രദ്ധിക്കണം, ചവിട്ടുന്ന ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് ഈവൺ ആയിട്ട് വരണമെന്നില്ല. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ ഈ നൂല് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം. ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെ
ഒന്ന് അനക്കി ഇതിങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുന്ന സമയത്ത് അത് ഈവൺ ആയിട്ട് വരും. അങ്ങനെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരു സൈഡിലോട്ട് മാത്രം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നൂല് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഒരു ബോബിനിൽ നൂല് ചുറ്റാനുള്ളത്, അതായത് വൈൻഡ് ചെയ്യുന്നതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും മിഷീനകത്തുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ബാക്കി രണ്ടും നമ്മുടെ ട്രിക്കുകളാണ്. ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കും ചിലർക്ക് മിഷീനകത്തൊന്നും ഉണ്ടാവില്ല, മേടിച്ചപ്പോഴേ കാണത്തില്ല, ചിലപ്പം ഇത് മാത്രം കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും, ഈ സാധനമേ കാണാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ മേടിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. നമുക്കിത് മേടിച്ച് നമുക്കിത് ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്ക് തന്നെ ഷോപ്പിൽ പോയി മേടിച്ച് ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ബോബിനിൽ ഇനി നൂല് ചുറ്റുന്നതിന്റെ അടുത്ത രീതി എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ 2 ട്രിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ട്രിക്ക് നമുക്ക് നോക്കാം. അത് എല്ലാവരും കോമൺ ആയിട്ട് പണ്ടുതൊട്ടേ ചെയ്തു വരുന്നത്. നേരെയാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോബിന്റെ 2 സൈഡും തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് ഈ ബോബിന്റെ ഈ സൈഡിൽ കൊണ്ടിട്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഈ തേയ്മാനം വരുന്ന സമയത്ത് അവിടെ നല്ല മൂർച്ചയാവുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെ, ബോബിൻ ഇതേപോലെ സാധാരണ ചുറ്റുന്ന പോലെ നൂല് ചുറ്റുക. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ചെറുതെടുത്താൽ മതി. ഇതിനകത്ത് ഇങ്ങനെ ലൂസായി കിടക്കണം കേട്ടോ, ടൈറ്റായിട്ട് ഇരിക്കുന്നൊന്നും എടുക്കരുത്. അങ്ങനെ നമ്മൾ ബോബിനിൽ നൂല് ഇങ്ങനെ ഇട്ടു, ഈ ഒരു പൊസിഷനിൽ ഇട്ടു കേട്ടോ. അതായത് മോളിൽ നിന്ന് ഇങ്ങോട്ട് നൂല് വരുന്ന പോലെ ഇങ്ങനെ ചുറ്റുന്ന പോലെയാണ് ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് തയ്ക്കുക. നിങ്ങൾക്ക് ഞാൻ തയ്ച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വീലിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീലിൻ്റെ ഇവിടെ ഈ ബോബിൻ ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചുറ്റി വരും. ആ രീതിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കുറേ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടിക്കോളൂ കേട്ടോ. കണ്ടോ, അത് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് വെക്കാൻ പാടില്ല. ലൂസായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ തള്ളി പിടിക്കുന്ന പോലെ പിടിക്കണം. ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് മുട്ടിക്കുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങിയല്ല. അപ്പോൾ നമ്മളൊന്ന് ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കുക. അതായത് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൂല് നമ്മളൊന്ന് അനക്കി കൊടുക്കണം. ഇപ്പം ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ചെയ്ത സമയത്ത് ഇവിടോട്ട് മാത്രം കുറച്ച് ബൾജായി വന്നു, ലെവലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എനിക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ലെവലായിട്ട് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താലാണ് ഇത് ഒരേപോലെ ബാലൻസ് ആയിട്ട് വരത്തുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ബോബിനിൽ വൈൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി നൂല്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു രീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു രീതിയൊക്കെയാണ്. ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള അടുത്ത ഒരു രീതി നമുക്ക് മൂന്നാമത്തത് നോക്കാം. ഇത് നമ്മൾ 100 ടിപ്സും ട്രിക്സും ഇടുന്നുണ്ട് സ്വിങ്ങിൻ്റെ, അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ. അപ്പോൾ അത് ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കാണാത്ത ആൾക്കാർ അതൊക്കെ ഒന്ന് കാണേണ്ടത്. അതിനകത്ത് നമ്മൾ ഈ ട്രിക്ക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ഒരു ഡബിൾ സൈഡ് ടേപ്പാണ്. കണ്ടോ, ഇതേപോലത്തെ ഒരു ഡബിൾ സൈഡ് ടേപ്പിൽ ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ വീലിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിന് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ട ആൾക്കാർ അതിനകത്താണെന്നുണ്ടെങ്കിലും പോയി കണ്ടാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നൂല് ചുറ്റേണ്ട, ഇതിൽ തന്നെ ചുറ്റി കാണിച്ചു തരാം. നൂല് ചുറ്റേണ്ട ബോബിൻ എടുത്തിട്ട് ഇതേപോലെ ഇവിടെ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം ഇത് നല്ല എളുപ്പമുള്ളൊരു ട്രിക്കാട്ടോ. നല്ല ഡബിൾ സൈഡ് ടേപ്പ് മേടിച്ചിട്ട് ഒട്ടിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. ഇനി നമുക്ക് തയ്ച്ചു നോക്കാം. സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചു നോക്കാം. ഇത് വേറെ എവിടെ നമ്മൾ ഇടുന്ന നൂല, നമ്മുടെ കൈ തന്നെയാണ് നൂല് പിടിക്കുന്നത്. നൂല് പിടിക്കുന്ന സമയത്തും നമ്മൾ ഇതിനകത്തും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈവൺ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്നോളൂ. ഈ ബോബിനിൽ വൈൻഡറിൽ വൈൻഡർ കംപ്ലൈൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ സ്ക്രൂ ഡ്രൈവറിനകത്ത് ഇട്ടിട്ട് എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് മിഷൻ മേടിച്ച് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതി നല്ലതായിരിക്കും കേട്ടോ.
അപ്പൊ നമ്മൾ ബോബിനിൽ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. 3 രീതികൾ നമ്മൾ നോക്കി. ഓൾറെഡി മെഷീനകത്തുള്ള ബോബിൻ വൈൻഡറിൽ നമ്മൾ ചുറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പണ്ടുള്ളവരെല്ലാം ചെയ്തു വരുന്ന സ്ക്രൂ ഡ്രൈവറിന്റെ ട്രിക്ക് നോക്കി. ഇത് കിട്ടാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ട്രിക്കാണ് ഞാൻ മൂന്നാമത് പറഞ്ഞത്, നമ്മുടെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ നൂല് ചുറ്റുന്നത്. അത് ഈ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എന്തായാലും ബോബിൻ വൈൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചുറ്റാൻ കിട്ടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പിന്റെ ട്രിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പറിച്ചു കളയാൻ മറക്കരുത്, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് പറിച്ചു കളയാൻ ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിക്കായിട്ട് ഇരുന്നിട്ട് നമ്മുടെ മെഷീനിൽ ചിലപ്പം ഇതൊക്കെ ആവാറും ചാൻസ് ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പോൾ കൈയോടെ അപ്പം തന്നെ പറിച്ചു കളയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇങ്ങനെ 3 ട്രിക്കിൽ നമ്മൾ ഇതേപോലെ ബോബിനിൽ നൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബിനിൽ നൂല് ചുറ്റുന്ന സമയത്ത് ഈവൺ ആയിട്ടാണോ വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫുള്ള് ഫില്ല് ചെയ്യാതിരിക്കുക. നമ്മൾ ബോബിനകത്ത് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് നിറച്ചിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ഒന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോബിൻ കേസിനുള്ളിൽ ഇടുന്ന സമയത്ത് അത് അവിടെ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇടുമ്പോഴും സ്റ്റക്ക് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടിയിൽ നിന്ന് ത്രെഡ് മുകളിലോട്ട് ടൈറ്റ് ആയിട്ട് വന്നിട്ട് നൂല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ഫില്ല് ചെയ്യാതിരിക്കുക. ഒരു മുക്കാൽ ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്യാപ്പൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ബോബിനിൽ നൂലുകൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഐഡിയ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ 2-3 രീതികളുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ ഫുഡ് ഒന്ന് പൊക്കി വെക്കണം. അതായത് ഇത് താന്നായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ പ്രഷർ ഫുഡ് താത്തി വെക്കാണ്ട് പ്രഷർ ഫുഡ് പൊക്കി വെച്ച ശേഷം വേണം നമ്മൾ ഇതിനകത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ തേയ്മാനം വരും. ഇവിടെ ഒരു പല്ലുണ്ടല്ലോ, അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഇവിടെയും ഈ പ്രഷർ ഫുഡും കൂടെ ക്ലോത്ത് ഇല്ലാത്ത ടൈമിൽ ഇതേപോലെ ഒരഞ്ഞൊരഞ്ഞ് അത് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പം ചെയ്ത വീഡിയോയിൽ, അതായത് നമ്മളിപ്പോൾ വൈൻഡിങ്ങിൻ്റെ സെക്ഷൻ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രഷർ ഫുഡ് പൊക്കി വെച്ചിട്ടില്ല. കാരണം ഞാനത് മറന്നു പോയതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തരികയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്ന സമയത്ത് നമ്മൾ എന്തായാലും പ്രഷർ ഫുഡ് പൊക്കി വെക്കണം കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ ബോബിനും നൂലിട്ടിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതെന്നുള്ളത് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബോബിൻ കേസ് വരുന്നത്. ഇതാണ് നമ്മുടെ ബോബിൻ നമ്മൾ ഓൾറെഡി നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സംഭവം കണ്ടോ, ഇതേപോലെ ഒരു സാധനം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിങ്ങനെ ഇങ്ങോട്ട് വലിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നൂല് ഇതേപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ നൂല് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ കയറി എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക. നല്ല ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് നമുക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലേറ്റ് ഇപ്പോൾ തൽക്കാലം ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊസിഷനിലാണ് ഈ സാധനം വരുന്നത്, ബോബിൻ കേസ്. ഞാൻ ഈ പറഞ്ഞില്ല ഇങ്ങനെ വലിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൊരു സംഭവം. ഇതേ പിടിച്ച് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ഒരു വിരൽ, ഇതിൽ ഏത് വിരൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, 2 വിരൽ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഒരു വിരൽ ഇതേപോലെ നമ്മുടെ ഈ ബോബിനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത് ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടിയിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ഒരു വിരലും കൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ നൂലിങ്ങനെ എടുത്തിങ്ങനെ പുറത്തോട്ട് ഇടണം കേട്ടോ. അതിനുശേഷം സൂചി ഒന്ന് മുകളിലോട്ട് പൊക്കി വെക്കുക. പ്രഷർ ഫുഡ് മുകളിലോട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്, സൂചിയും അതേപോലെ തന്നെ മുകളിലോട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഈ ഒരു മുകളിലോട്ട് ഒരു വാല് പോലെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ ബോബിൻ കേസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു വെട്ട് പോലെ ഉണ്ട്, ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഗ്യാപ്പിനുള്ളിലോട്ട് തന്നെ കയറുന്ന പോലെ നമ്മൾ ഇതേപോലെ ഈ ഹോളിനുള്ളിലേക്ക്, അതായത് ഇവിടെ ഒരു ആണി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്, അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ബോബിൻ്റെ ഈ റൗണ്ട് ചെറുത് ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം. അതിനുശേഷം ഇത് കണ്ടോ, ഈ വെട്ടിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മുടെ ഈ ബോബിൻ കേസിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്. ഇങ്ങനെ എല്ലാം പൊസിഷൻ ചെയ്ത ശേഷം വേണം നമ്മുടെ ഈ വിരൽ നമ്മളിങ്ങനെ വിടാൻ വേണ്ടി. അപ്പോൾ ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അവിടെ ഇത് അങ്ങനെ ഒന്ന് അനക്കിയൊക്കെ നോക്കുക. അവിടെ ഓൾറെഡി ഇത് ഫിക്സ് ആയിരുന്നു. അങ്ങനെ അനക്കിയൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ അഴിഞ്ഞൊക്കെ പോരുവാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കറക്റ്റായിട്ടല്ല അത് പ്ലേസ് ആയേക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂലിങ്ങനെ അടിയിലോട്ട് പൊക്കോട്ടെ, ഇത്ര നീളത്തിലൊന്നും വരണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നൂലിടണം. അപ്പോൾ ഇനി മുകളിൽ എങ്ങനെയാണ് നൂലിടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പൊ ഇതാണ് നമ്മുടെ മോളിടുന്ന നൂല്. നമ്മൾ നൂല് ഓൾറെഡി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അത് ആദ്യം ഈ സ്പൂൾ പിന്നെ അത് അതായത് നമ്മളിവിടെ ത്രെഡ് ഇടാൻ വേണ്ടി ഒരു ആണി പോലൊരു സംഭവം ഉണ്ട്, അതിനകത്ത് ഇടുക. അതിനുശേഷം നേരെ ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു വെട്ട് പോലെ, അതിനുള്ളിൽ കൂടെ ഇടുക. അതിനുശേഷം ഇവിടെ ഒരു ടെൻഷൻ സെറ്റ് ഉണ്ട്. ഈ ടെൻഷൻ സെറ്റിന്റെ ഈ 2 പ്ലേറ്റ് കണ്ടോ, ഈ 2 പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മുടെ നൂല് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവിടെ ഒരു കേവ് ഉണ്ട്, ഒരു ചെറിയൊരു വളഞ്ഞൊരു കമ്പി, അതിനുള്ളിൽ കൂടെ എടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ താന്നായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇത് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മുകളിലോട്ടും താഴോട്ടും പോകാൻ നമ്മുടെ വീലിലൊന്ന് കറക്കി അത് മുകളിലോട്ട് പൊങ്ങിക്കോളും. അപ്പോൾ ഓരോ മെഷീനകത്തും ഓരോ രീതിയിലായിരിക്കും ചിലപ്പം ഇതേപോലെ ചെയ്യേണ്ടത്, ഈ നൂലിടുന്നത്. അപ്പം അത് ഓരോ മെഷീൻ അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്താൽ മതി, അത് കുഴപ്പമില്ല. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഈ സാധാരണ സിംഗിൾ നീഡിൽ മെഷീൻ എല്ലാത്തിനകത്തും ഒരുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ ഇതേപോലെ എടുക്കുക. ഇതിൽ കൂടെ ഇട്ടതിന് ശേഷം ഇവിടെ ചെറിയൊരു കമ്പിയുണ്ട്, ഒരു വളഞ്ഞിട്ടൊരു കമ്പി. അപ്പൊ ഇതിനുള്ളിൽ കൂടെ എടുക്കണം. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ ഇടാൻ നിൽക്കേണ്ട ആവശ്യം സത്യത്തിലില്ല. അതെല്ലാവർക്കും ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ നൂല് പിടിച്ചിട്ട്, അതായത് 2 കൈയിലും ഇതേപോലെ നൂലിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ടൈറ്റായിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ഒന്നാക്കി അതിനുള്ളിലോട്ട് കയറിക്കോളും. അത് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ട്രിക്കാണ്. അത് കാരണം ഇതിൻ്റെ ഇവിടെ ഒരു വെട്ടുണ്ട്, അതുകൊണ്ട് ഇത് വളഞ്ഞിട്ടൊരു കമ്പിയാണ്, അല്ലാണ്ട് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാം. അതിനുശേഷം ഇതിനകത്തൂടെ ഇടുക. ഇതിനകത്ത് എക്സ്ട്രാ ഒരു കമ്പിയായിട്ട് തന്നെ ഉണ്ടാവും, ചെറിയൊരു ഹോള് പോലെ. അപ്പോൾ അതിനകത്തൂടെ ഇടുക. ഇതിന് ശേഷം നമുക്ക് നൂല് നേരെ സൂചിയിലേക്കാണ് കോർക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നൂല് നമുക്കൊന്ന് വെട്ടണം. നൂല് മുറിക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കത്രിക ചെരിച്ച് പിടിച്ചിട്ട്, ട്രിമ്മർ ആണെങ്കിലും കത്രികയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് വേണം വെട്ടാൻ. അപ്പം നമുക്ക് സൂചിയിൽ നൂല് കോർക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഈ പ്രഷർ ഫുഡ് താഴോട്ട് താത്തി വെക്കാൻ വേണ്ടി മറക്കരുത്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട്, അതായത് എൻ്റെ ഇടതുവശത്ത് നിന്നും, ഞാനിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഇടതുവശത്ത് നിന്നും ഞാൻ വലതുവശത്തേക്കാണ് നൂല് കോർക്കുന്നത്. സൂചിയൊക്കെ കറക്റ്റ് പൊസിഷനിലാണോ അതേ രീതിയിൽ തന്നെയാണോ കിടക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് ഞാൻ ഇതേപോലെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് അടിയിൽ നമ്മൾ ഓൾറെഡി ഒരു നൂല് ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ബോബിൻ്റെ, അപ്പോൾ അത് നമുക്ക് മുകളിലേക്ക് എടുക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീലൊന്ന് പിടിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കറക്കുക. നമ്മുടെ വീലൊന്ന് കറക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂചി ഒന്ന് താഴെ പോയി മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു വരും. ആ സമയത്ത് എന്താ വെച്ചാൽ അടിയിലത്തെ നൂലിനെ ഇങ്ങനെ എടുത്ത് പുറത്തേക്കാണ് കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റിച്ച് വീഴുന്നതിൻ്റെ ട്രിക്ക്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ നൂലിങ്ങനെ അടിയിലത്തെ നൂലിനെ ഇങ്ങനെ മുകളിലോട്ട് വലിച്ചെടുക്കുക. ഞാൻ കുറച്ച് അധികം ഇട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം നമ്മൾ അടിയിൽ നിന്ന് നൂല് മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. അടിയിൽ നിന്ന് നൂല് മുകളിലോട്ട് എടുത്ത ശേഷം നമ്മൾ ഈ പ്രഷർ ഫൂട്ട് ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മുടെ ഈ പ്രഷർ ഫൂട്ടിൻ്റെ ഈ 2 കാലിൻ്റെ നടുക്കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ 2 നൂലും നമ്മളിങ്ങനെ പുറകോട്ട് നീട്ടിയിടണം. അത് കുറച്ച് ലെങ്ത്തിൽ അങ്ങ് ഇടുക. തീരെ ഈ ഒരു ലെങ്ത് ഒന്നും ആവരുത്, കുറച്ചധികം ലെങ്ത്തിലോട്ട് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് മുകളിലോട്ട് കയറി പോകാൻ നിൽക്കും. അങ്ങനെ മുകളിലോട്ട് കയറി പോകാന്നുണ്ടെങ്കിൽ പിന്നെ സൂചി നൂരി പോവും, പിന്നെ സൂചിയിൽ പിന്നെ നൂല് ഇടണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നൂലിട്ടേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ മെഷീനകത്ത് നൂലിടാൻ വേണ്ടി പഠിച്ചു. അടിയിലത്തെ നൂലാണെങ്കിലും മുകളിലത്തെ നൂലാണെങ്കിലും ഇടാൻ പഠിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോട്ടന്റെ ക്ലോത്ത് എടുക്കുക. പരമാവധി കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കുക. ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ എടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് തുടക്കക്കാർ. ഇങ്ങനെ വൈറ്റ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുമാണ്. നിങ്ങളും വൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്ലിന്റെ കോട്ടന്റെ ക്ലോത്ത്, കട്ടിയുള്ള ക്ലോത്ത് മേടിച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രഷർ ഫുഡ് ഒന്ന് മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം ഇങ്ങനെ താത്തി വെച്ചതിന് ശേഷം നൂലിങ്ങനെ പുറകോട്ട് തന്നെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് നീളത്തിൽ ഇങ്ങനെ പുറകോട്ട് കിടക്കണം. അതിനുശേഷം നമ്മൾ തയ്ച്ചു തുടങ്ങാം. പതുക്കെ 1, 2, 3 ഇങ്ങനെ കറക്കിയിട്ട് കാലും ഒപ്പം തന്നെ ചവിട്ടി പോവുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെഷീനകത്ത് നൂലിടാനും അതേപോലെ തന്നെ ബോബിലും നൂല് ചുറ്റാനൊക്കെ പഠിച്ചു. കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ലോങ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നതും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഇന്ന് പറഞ്ഞ പോലെ ഇതേപോലെ പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് നമുക്കൊന്ന് ചുമ്മാ സ്റ്റിച്ച് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.